സർവകലാശാല പ്രതിസന്ധികൾക്കിടെ ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച. സർവകലാശാലകളിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും ബില്ലുകൾ ഒപ്പിടുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണർക്ക് ക്ഷണം. സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലെന്ന് മന്ത്രി പി രാജീവ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ആദായ നികുതി ഭേദഗതി ബില്ലുകൾ അടക്കം സഭയിലെത്തും. ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പ്രധാന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറെന്ന് സർവകക്ഷി യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ തകരാർ ഉണ്ടായിരുന്നതായി സൂചന. പിൻഭാഗത്തെ ചില യന്ത്രങ്ങൾ കത്തിയത് ഇതേ തുടർന്നെന്ന് സംശയം. വൈദ്യുതി വിതരണ സംവിധാനത്തിലെ അറ്റകുറ്റപ്പണി തീർത്തത് വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ്. അഹമ്മദാബാദ് ദുരന്തം ഉൾപ്പെടെയുള്ള വിമാനാപകടങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അനാസ്ഥയിൽ പൊലിയുന്ന ജീവനുകൾ. പൊട്ടിവീണ വൈദ്യുത കമ്പികളിൽ നിന്നും ഷോക്കേറ്റ് സംസ്ഥാനത്ത് 2 മരണം. തിരുവനന്തപുരം നെടുമങ്ങാട്ട് 19കാരൻ മരണപ്പെട്ടത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവേ. കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഫാത്തിമയ്ക്കും ദാരുണാന്ത്യം. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു. അവധി ദിവസമായതിനാൽ വൻ അപകടം ഒഴിവായി. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻ തോട് ഒളിമല ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിനായി പാറ പൊട്ടിക്കുന്നതിനെതിരെ പരാതി. വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയും ഉണ്ടാകുന്നതായി ആരോപണം. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ചവിട്ടിക്കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. ഷാർജയിൽ മരിച്ച അതുല്യ ഭർത്താവ് സതീഷിൽ നിന്നും അനുഭവിച്ചത് കൊടിയ പീഡനം. ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറി കുടുംബം. സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്, നിരപരാധിയെന്ന് ഭർത്താവ്.